5 തവണ പിഴ ലഭിച്ചാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന പ്രചാരണം തള്ളി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കേന്ദ്രം കൊണ്ടുവന്ന ട്രാഫിക് നിയമത്തിലെ പുതിയ പരിഷ്കാരങ്ങളിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. കേന്ദ്ര നിയമങ്ങൾ അതേപടി സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലേ നടപ്പാക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു. രഞ്ജിത്ത് രാമചന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉണ്ട്. രഞ്ജിത്ത്, കേന്ദ്രത്തിന്റെ എല്ലാ തീരുമാനങ്ങളും അതേപടി നടപ്പാക്കില്ല എന്നതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്താണ് ഇതിൽ മന്ത്രി നൽകുന്ന ഉറപ്പ്? കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ഗതാഗത നിയമത്തിൽ കാര്യമായ പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാറ്റം നിലവിൽ വന്നത്. അതിൽ പ്രധാനമായും ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെ യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ വന്നത്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചരിക്കുകയും മറ്റും ചെയ്തിരുന്നു. അതായത് വർഷത്തിൽ 5 അതിലധികമോ തവണ നിയമലംഘനം നടത്തിയാൽ വാഹനം ഓടിക്കുന്ന ആളുടെ ലൈസൻസ് അയോഗ്യരാക്കാനുള്ള നീക്കമായിരുന്നു അത്തരത്തിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ മോട്ടോർ വാഹന ചട്ടം ഭേദഗതി ചെയ്യുകയാണ് ചെയ്തത്. തുടർച്ചയായി നിയമലംഘനം നടത്തുന്ന വാഹനങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി കോടതിയുടെ അനുവാദത്തോടുകൂടി മോട്ടോർ വാഹന വകുപ്പിനെ കസ്റ്റഡിയിലെടുക്കാം എന്നും തീരുമാനം ഉണ്ടായിരുന്നു. RTOയ്ക്ക് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാനുള്ള എല്ലാ അധികാരവും നൽകിയ പശ്ചാത്തലമുണ്ടായിരുന്നു. ഒപ്പം വർഷത്തിൽ 5 ചെല്ലാൻ ലഭിക്കുന്നവരുടെ ലൈസൻസാണ് അയോഗ്യമാക്കാൻ തീരുമാനിച്ചിരുന്നത്. സസ്പെൻഡ് ചെയ്തതിന് മുൻപ് ഉടമയുടെ വാദം കേൾക്കണമെന്നും ഈ ചട്ടത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് 45 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്തില്ലെങ്കിൽ കുറ്റം സമ്മതിച്ചായി കണക്കാക്കും. ഇത്തരം പരിഷ്കാരങ്ങളൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അത് മാത്രമല്ല ആശങ്കകളും മറ്റും സൃഷ്ടിച്ചിരുന്നു. കാരണം പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്തരം ചല്ലാൻ ലഭിക്കുന്നതും മറ്റും പലപ്പോഴും നമ്മൾ ഈ രജിസ്ട്രേഷനും ഇൻഷുറൻസ് പുതുക്കാനും മറ്റും പോകുമ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക. ഈ മെസ്സേജുകളായും മറ്റും ഇത് ആളുകൾക്ക് എത്തുന്നതും മറ്റും വലിയ പ്രയാസകരമായ ഒരു സംഗതിയാണ്. കാരണം 5 തവണയൊക്കെ ഇത്തരത്തിൽ ഗതാഗത നിയമലംഘനം നടന്നോ ഇല്ലയോ എന്ന കാര്യം പൊതുജനങ്ങൾക്ക് ഇപ്പോഴും ലഭ്യമാകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില സാങ്കേതിക പ്രശ്നങ്ങളും മറ്റും നിലവിലിരിപ്പുണ്ട്. അതുതന്നെയാണ് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയത്. ഇത് ഇപ്പോൾ ഇത്തരത്തിൽ പൂർണ്ണമായും നടപ്പാക്കില്ല എന്നാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്റെ FB പോസ്റ്റിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ പരിഷ്കാരങ്ങൾ നിലവിൽ വരുത്തുന്നതിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് ഗതാഗത മന്ത്രി പറയുന്നു. കേന്ദ്ര നിയമത്തിലെ ഭേദഗതികൾ നടപ്പിൽ വരുത്തുക കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കും എന്ന് പറയുന്നു. അതേപടി ഈ നിയമങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും പഠനങ്ങളും നടത്തുമെന്നാണ് ഗതാഗത മന്ത്രി വ്യക്തമാക്കുന്നത്. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കില്ല. പക്ഷേ അപ്പോഴും നിയമങ്ങൾ നടപ്പിലാക്കേണ്ട അത്യാവശ്യമാണെന്നും അത് സാധാരണക്കാരെ ഏത് തരത്തിൽ ബാധിക്കാതിരിക്കും എന്ന് പഠിക്കുമെന്നുമാണ് ഗതാഗത മന്ത്രി പറഞ്ഞു വെക്കുന്നത്. ഏതായാലും കേന്ദ്ര നിയമങ്ങൾക്കെതിരെ ഗതാഗത മന്ത്രി രംഗത്ത് വന്നു എന്ന് വ്യാഖ്യാനിക്കാനാവില്ല. പക്ഷേ അതിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക സമയമെടുത്തും പഠനം നടത്തിയും മാത്രമാകുമെന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. രേണുക, രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.